റൂഹദാ വേർപിരിയുകയാണ്. ആത്മാവിനെ വേർപെടുത്തുന്നതാകുന്ന ഘട്ടം എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ വേദന കൊണ്ട് പൊളഞ്ഞുവന്ന മനുഷ്യ, റൂഹ് പിരിഞ്ഞതാകുന്ന മനുഷ്യ, നിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് നിന്റെ മക്കള് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ, എന്നെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കണേ. ആരുടെ ജനാസയാണ് ഇങ്ങനെ വിളിച്ചു പറയുക? ഇൻകാനത്ത് സാലിഹത്താ, സാലിഹായ മനുഷ്യന്റെ ജനാസയാണെങ്കിലാണ് ഇത് പറയുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതല്ല വഇൻകാനത്ത് ഗൈറഹാ, സാലിഹല്ലാത്ത മനുഷ്യനാണോ, ഈ ദുനിയാവിൽ വാളുകൾ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാണ്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊണ്ടവനാണ്, മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവനാണ്, ഫനാക്കും ഫസാദിനും ജീവിതം കൊണ്ട് നടന്ന ആളുകളാണ്, ആളുകളെ കുറിച്ചുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ കച്ചകെട്ടി ഇറങ്ങി തിരിച്ചവനാണ്, ഫനാക്ക് തിരികൊളുത്തിയവനാണ്, ഫസാദുകൾ പറഞ്ഞുകൊണ്ട് നടന്നവനാണ്, ജനങ്ങൾക്കിടയിൽ ഏഷണി പറഞ്ഞുകൊണ്ട് നടന്നവനാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടന്നവനാണ്, വർഗീയമാക്കപ്പെട്ട ചിത്രങ്ങളുമായിട്ട് സമൂഹത്തിൽ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ട് നടന്നവനാണ്, പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മാനത്തിന് വില പറഞ്ഞവനാണ്, ദുനിയാവിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചവരാണ്, സഹോദരങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ പരിശ്രമിച്ചവരാണ്, ഈ ദുനിയാവിൽ അതിനുവേണ്ടി നടന്നതാകുന്ന മനുഷ്യ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഇൻകാനതു ഗൈറഹാ, സാലിഹല്ലാത്ത മനുഷ്യനാണോ അവന്റെ റൂഹിനെ വേർപിരിയുകയാണ്. അവന്റെ മയ്യത്ത് കട്ടിൽ ഇതാ ജനങ്ങൾ കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്, യാ വൈലത്താ വയാ ഹസ്രത്താ, എന്റെ ദുഃഖമേ, വിരഹമേ, പ്രയാസമേ, അയ്ന തദ്ഹബൂന ബി, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകല്ലേ. അഖിറൂനി അഖിറൂനി അഖിറൂനി, എന്റെ റൂഹിനെ ഒന്ന് നിങ്ങൾ പിന്തിക്കുമോ? എന്റെ ശരീരത്തെ ഇവിടെ ഒന്ന് വെച്ചേക്കുമോ? എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകരുതേ. കാരണം ഖബറിൽ അവനുള്ള ശിക്ഷ അവന് വ്യക്തമാണ്. നേരത്തെ സാലിഹായ മനുഷ്യൻ എന്നെ കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നത് ആ ഖബറിൽ അവൻ എന്തുള്ളതാകുന്ന ആനന്ദങ്ങൾ അവൻ ദുനിയാവിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയവനാണ്. ഖുർആനിലൂടെ, ഹദീസിലൂടെ, ഇമാമിങ്ങളുടെ വാക്കിലൂടെ, അയിമ്മത്തിന്റെ വചനങ്ങളിലൂടെ, ഖുതുബാക്കളുടെ പ്രഭാഷണത്തിന്റെ സദസ്സുകളിലൂടെ സാലിഹീങ്ങൾക്ക് ഖബറിൽ കിട്ടുന്ന ആസ്വാദനങ്ങൾ ആസ്വദിക്കുമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് സാലിഹായ ജനാസ പറയും, എന്നെ വേഗം കൊണ്ടുപോകണേ. മോശപ്പെട്ട ജനാസ പറയും, എന്നെ പിന്തിക്കണേ, കൊണ്ടുപോകല്ലേ കുടുംബക്കാരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് വഹിക്കുന്നതാകുന്ന ഒരു കുടുംബാദികളും ഈ മയ്യത്തിന്റെ ദീനരോധനങ്ങൾ കേൾക്കുകയില്ല. അത് കേട്ടാൽ അവർ ബോധരഹിതരായി പോകുമെന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു വേളയൊന്ന് ചിന്തിക്കണം. ഈ ദുനിയാവിൽ ആത്യന്തികമാകുന്ന ലക്ഷ്യം, നീ നിസ്കരിക്കുന്നത്, നീ നോമ്പ് നോക്കുന്നത്, നീ സക്കാത്ത് കൊടുക്കുന്നത്, നീ ഹജ്ജ് ചെയ്യുന്നത്, നീ പാപങ്ങളുടെ കണ്ണീരപ്പുന്നത്, നീ നിരാലംബർക്ക് അവലംബമാകുന്നത്, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നത്, നീ യതീംഖാനകളെ സഹായിക്കുന്നത്, നീ ദറസുകളെ സഹായിക്കുന്നത്, നീ അറബി കോളേജുകളെ സഹായിക്കുന്നത്, നീ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾക്ക് സഹായമായി വർദ്ധിക്കുന്നത്, നീ പാവപ്പെട്ടവർ കുടുതുണിയില്ലാത്തവന് മറുതുണി കൊടുത്തുകൊണ്ട് അവന്റെ വസ്ത്രം നടുക്കിക്കൊണ്ട് ആഖിറം കരഗതമാക്കാൻ പരിശ്രമിക്കുന്നത്, ഈ ദുനിയാവിൽ നീ ചെയ്യുന്ന സർവ്വ സുഹൃതങ്ങൾക്കും നീ കുടുംബത്തെ പോറ്റുന്നതും, നീ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും, നീ അയൽവക്കക്കളുടെ പട്ടിണി മാറ്റിക്കൊണ്ട് നിലകൊള്ളുന്നതും, ഈ ഇതര സമുദായങ്ങളെ സ്നേഹിക്കുന്നതും, അവർക്ക് വേണ്ടുന്നത് കൊടുക്കുന്നതും, വർഗീയതയില്ലാതെ ഈ ദുനിയാവിൽ റാഹത്തായി ജീവിക്കുന്നതും, നീ തൂർത്തൊഴിവാക്കിക്കൊണ്ട് നിലകൊള്ളുന്നതും, നീ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നതും, നീ ഔലിയാക്കൾ ആദരിക്കുന്നതും, നീ പ്രവാചകന്മാരോടുള്ള ആദരവ് വെച്ചുകൊണ്ട് പുലർത്തുന്നതും, നീ അല്ലാഹുവിനെ ആരാധിക്കുന്നതുമെല്ലാം ആത്യന്തികമാകുന്ന ലക്ഷ്യം അത് സാലിഹാവുക എന്നുള്ളതാണ്. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്റെ ദുആയിൽ എപ്പോഴും ഉണ്ടാവണേ, എന്നെ മുസ്ലിമായി മരിപ്പിച്ച്